ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് ലോകകപ്പ് കളിക്കാനെത്തിയ ഇറ്റലിക്ക് പക്ഷേ തോൽവിയോടെയാണ് തുടങ്ങേണ്ടി വന്നത്. സ്കോട്ട്ലൻഡാണ് ഇറ്റലിയെ തോൽപ്പിച്ചത് 73 റൺസിന്. ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ട്ലൻഡ് ഈ ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് അടിച്ചെടുത്തത്. 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസ്. സ്കോട്ട്ലൻഡിന് വേണ്ടി ഓപ്പണർമാരായ ജോർജ് മുൻസിയും മൈക്കൽ ജോൺസണും ചേർന്ന് വെട്ടിക്കെട്ട് തുടക്കമാണ് നൽകിയത്. 13.5 ഓവറിൽ 126 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് അവരുണ്ടാക്കി. മുൻസി 54 പന്തിൽ 84ഉം മൈക്കൽ ജോൺസ് 30 പന്തിൽ 37 റൺസുമാണ് നേടിയത്. പിന്നീട് ബ്രണ്ടൻ മക്കൊല്ലം 18 പന്തിൽ 41 റൺസ് നേടിയപ്പോൾ ആറാമനായിട്ട് ഇറങ്ങി മിച്ചൽ ലീസ്ക് വെടിക്കെട്ട് ഒരു പ്രകടനമാണ് നടത്തിയത്. വെറും 5 പന്ത് നേരിട്ട താരം 2 സിക്സിന്റെയും 2 ഫോറിന്റെയും സഹായത്തോടെ അടിച്ചെടുത്തത് 22 റൺസാണ്. അങ്ങനെയാണ് സ്കോട്ട്ലൻഡ് ഈ 207 എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇറ്റലിക്ക് പക്ഷേ തുടക്കത്തിൽ തന്നെ പിഴച്ചു. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ജസ്റ്റിൻ മോസ്ക ഗോൾഡൻ ഡക്കായിട്ടാണ് മടങ്ങിയത്. എന്നാൽ അവരുടെ ടോപ്പ് സ്കോറർ ബെഞ്ചമിൻ മനെൻഡി അർദ്ധ സെഞ്ചുറിയുമായിട്ട് മികച്ച പ്രകടനം നടത്തി. 31 പന്തിലാണ് അദ്ദേഹം 52 റൺസ് എടുത്തത്. ഹാരി മനെൻഡി 25 പന്തിൽ 37 റൺസും ജെ സ്മട്സ് 11 പന്തിൽ 22 റൺസും എടുത്തു. മറ്റുള്ളവർക്കൊന്നും കാര്യമായിട്ട് സ്കോർ ചെയ്യാനായില്ല. അങ്ങനെ 16.4 ഓവറിൽ 134 റൺസിൽ ഇറ്റലി ഒതുങ്ങി. 73 റൺസിന്റെ വിജയമാണ് സ്കോട്ട്ലൻഡ് ബംഗ്ലാദേശ് കളിക്കാത്തതിന് പകരമായി എത്തിയ സ്കോട്ട്ലൻഡ് നേടിയെടുത്തത്. സ്കോട്ട്ലൻഡിന് വേണ്ടി മിച്ചൽ ലീസ്ക് 4 ഓവറിൽ 17 റൺസ് ഇറങ്ങി 4 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് കളിക്കാനെത്തിയ ഇറ്റലിക്ക് പക്ഷേ നിരാശയോടെ ആദ്യ മത്സരം അവസാനിപ്പിക്കേണ്ടി വന്നു.